മനുഷ്യൻ ഒരു സാമൂഹിക ജീവി ആയതുകൊണ്ട് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു മാനുഷിക ജീവിതം ഒരു മനുഷ്യന് പറ്റില്ല. എപ്പോഴും മനുഷ്യന് മറ്റുള്ള വ്യക്തികളുടെ സഹായവും സഹകരണവും ആവശ്യമായി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വസ്ഥമായ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ, സമാധാനത്തിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഏത് തരത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള അസോസിയേഷനാണ് ഒരു വ്യക്തിക്ക് വേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ കാര്യം മാറ്റി നിർത്തിയാൽ ഈ പ്രകൃതിയിൽ ജീവജാലങ്ങളെ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ സസ്യങ്ങളിൽ തന്നെ മനുഷ്യന് ആവശ്യമുള്ള സസ്യങ്ങളുമുണ്ട്, ആവശ്യമില്ലാത്തതുമുണ്ട്. മരങ്ങളിൽ ആവശ്യമുള്ള മരങ്ങളുമുണ്ട്, ആവശ്യമില്ലാത്ത മരങ്ങളുമുണ്ട്. ജന്തുലോകത്ത് നോക്കുമ്പോൾ മൃഗങ്ങൾ ആവശ്യമുള്ളതുകൊണ്ട് ആവശ്യമില്ലാത്തതുമുണ്ട്, പക്ഷികൾ ആവശ്യമുള്ളതുണ്ട്, ആവശ്യമില്ലാത്തതുമുണ്ട്. ഈ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തത് എന്ന് മാനുഷിക വിലയിരുത്തലിൽ അങ്ങനെ തോന്നുമെങ്കിലും മനുഷ്യന് ആവശ്യമില്ലാത്ത ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഒരു സിംഹം അല്ലെങ്കിൽ ഒരു കടുവ അങ്ങനെയുള്ള കാട്ടു ജന്തുക്കളുടെ ആവശ്യം നമുക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളില്ല എന്ന് പറയും. പക്ഷേ ഈ കടുവയും സിംഹത്തെ പോലെയുള്ള വന്യജീവികളാണ് നമ്മുടെ ആവാസ വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നത്. സോ പ്രത്യക്ഷത്തിൽ നമുക്ക് ഉപകാരമില്ല, ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഈ പ്രപഞ്ചത്തിനകത്തുള്ള എല്ലാ സസ്യങ്ങളും, എല്ലാ മരങ്ങളും, എല്ലാ ജീവജാലങ്ങളും മനുഷ്യന് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ആവശ്യമുള്ളത് തന്നെയാണ്. സോ ഇതുപോലെ തന്നെ മനുഷ്യനൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ സമാധാനപരമായ അന്തരീക്ഷത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് ചില വ്യക്തികൾ മതി എന്ന് മാത്രം നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകും. കാരണം കൃഷി ചെയ്യാൻ ആൾ വേണം, മറ്റുള്ള ജോലികൾ ചെയ്യാൻ ആൾ വേണം. സോ ഡയറക്റ്റ്ലി നമുക്ക് അത്തരത്തിലുള്ള ആൾക്കാർ, കൾച്ചർ ഇല്ലാത്ത ആൾക്കാർ, വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ നമുക്ക് വേണ്ട എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് വന്നു കഴിഞ്ഞാൽ ചില മേഖലകളെല്ലാം സ്തംഭനത്തിലേക്ക് വരും. സോ അതുകൊണ്ട് ഒരു സൊസൈറ്റിയിൽ മനുഷ്യൻ ജീവിക്കുന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള മനുഷ്യൻ്റെയും ആവശ്യകത, അവരുടെ ഇൻവോൾവ്മെൻറ്റ്, അവരുടെ സേവനം എല്ലാവർക്കും ആവശ്യമാണ്. ഇനി വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ സർക്കിളിൽ, അതായത് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന സർക്കിളിൽ പോസിറ്റീവ് വൈബുള്ള നമ്മുടെ ഒരു വൈബുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ മാത്രമേ നമ്മുടെ ഇന്നർ സർക്കിളിൽ ഉൾപ്പെടുത്തേണ്ടതുള്ളൂ. അപ്പോൾ എപ്പോഴും മനുഷ്യനൊരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ദൈവികമായ ഉദ്ദേശ ലക്ഷ്യവുമുണ്ട്, മാനുഷികമായ ഉദ്ദേശ ലക്ഷ്യവുമുണ്ട്. സോ ഈ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് ശരിക്കും നമ്മളെ എൻഹാൻസ് ചെയ്യുന്ന, കൺട്രിബ്യൂട്ട് ചെയ്യുന്ന പോസിറ്റീവ് വൈബുള്ള ക്രിയാത്മകമായ വ്യക്തികളെ വേണം നമ്മുടെ ഇന്നർ സർക്കിളിനകത്ത്, ആ കോർ ഏരിയക്കകത്ത് അസോസിയേറ്റ് ചെയ്ത് നിർത്താൻ. അവിടെയാണ് നമുക്ക് ഈ ഫിൽറ്ററിങ്ങിൻ്റെ ആവശ്യം വരിക. സോ സുഗമമായ യാത്രയ്ക്ക് വേണ്ടി, ലക്ഷ്യബോധത്തിലേക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ നെഗറ്റീവ് ചിന്തയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളെ പിന്തിരിപ്പിക്കുന്ന ആശയങ്ങൾ പറയുന്ന ആൾക്കാർ, നെഗറ്റീവായിട്ടുള്ള വൈബുള്ള വ്യക്തികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യത്തിലെത്താനായിട്ട് നമുക്ക് കാലതാമസം എടുക്കാം. ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ മാനസിക അവസ്ഥ പോസിറ്റീവായി വെക്കാൻ പറ്റാത്ത രീതിയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകാം. സോ അവിടെ എപ്പോഴും സെയിം വൈബുള്ള വ്യക്തികളുമായിട്ടുള്ള അസോസിയേഷൻ കൂടുതൽ നമ്മൾ കൊണ്ടുവരിക. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസർച്ചുകൾ പറയുന്നത് നമ്മൾ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥ, നമ്മൾ ഇന്ന് എന്താണോ നമ്മൾ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥ, ഇന്നലകളിൽ നമ്മൾ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്തോ അതിൻ്റെ ഔട്ട്കമാണ് നമ്മൾ ഇന്നായിരിക്കുന്ന അവസ്ഥ. അപ്പം നാളെ നിങ്ങൾക്ക് ഇന്നിരിക്കുന്ന അവസ്ഥയേക്കാളും ബെറ്റർ ആയിട്ടുള്ള, അത് ഏത് ആസ്പെക്റ്റിനകത്താകട്ടെ, ഏത് ആസ്പെക്റ്റ് എടുത്താലും നാളെ അല്ലെങ്കിൽ ഫ്യൂച്ചർ എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ജീവിക്കണം, കുറച്ചുകൂടെ സന്തോഷത്തിൽ ജീവിക്കണം, കുറച്ചുകൂടെ സമാധാനത്തിൽ ജീവിക്കണം, കുറച്ചുകൂടെ ലക്ഷറിയസ് ആയിട്ട് ജീവിക്കണം എന്നൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഇന്ന് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെ മാറ്റിയിട്ട് അത്തരത്തിൽ ഇന്ന് ജീവിത നിലവാരം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള അസോസിയേഷനിൽ നിങ്ങൾ പോയി നിൽക്കേണ്ടി വരും. സോ നല്ല സമാധാനത്തിൽ ജീവിക്കുന്ന ആൾക്കാർ, നല്ല സന്തോഷത്തിൽ ജീവിക്കുന്ന ആൾക്കാർ, നല്ല ലക്ഷറീസ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ആ ഒരു അസോസിയേഷനകത്ത്, ആ വൈബിനകത്ത് നിങ്ങൾ ആയിരിക്കുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ മാറ്റപ്പെടും. സോ ഇതാണ് ശരിയായിട്ടുള്ള രീതിയിലുള്ള ഇതിന് വേണ്ടുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ചില വ്യക്തികളുടെ ജീവിതത്തിനകത്ത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ചില വ്യക്തികളുണ്ടാകും. ഫോർ എക്സാമ്പിൾ, അപ്പനും അമ്മയും, സഹോദരങ്ങൾ, മക്കൾ,
സ്പോസ്, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ഇവരൊരിക്കലും നമുക്ക് നമ്മുടെ ലൈഫിനകത്ത് നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത വ്യക്തിത്വങ്ങളാണ്. കാരണം നമുക്ക് അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. സോ ഒരിക്കലും ഈ റിലേഷൻഷിപ്പിനെ കട്ട് ചെയ്യാൻ പറ്റില്ല. സോ എൻ്റെ അപ്പനും അമ്മയും ഒരു നെഗറ്റീവ് വൈബുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ സിബ്ലിങ്സ് നെഗറ്റീവ് വൈബ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ ഒരു നെഗറ്റീവ് വൈബുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, എൻ്റെ ലക്ഷ്യബോധത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ സുഗമമായ യാത്രയ്ക്ക് ഇവരൊക്കെ നെഗറ്റീവായിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അവരെ നമ്മുടെ ലൈഫിനകത്ത് നിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് മാറ്റി നിർത്താൻ പറ്റില്ല. ഒരിക്കലും അത് പോസിബിൾ അല്ല. അത് ചെയ്യാനും പാടില്ലാത്തൊരു കാര്യമാണ്. അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ വയലിൽ നെല്ല് നടുന്നത് കണ്ടിട്ടുണ്ടല്ലോ. വയലിൽ നെല്ല് നടുന്ന സമയത്ത് നെല്ലിൻ്റെ വിത്ത് മാത്രമാണ് പാകുന്നത്. അത് വളർന്നു വരുന്ന സമയത്ത് ആദ്യം അത് കറ്റയാകുന്ന സമയത്ത് ചെറുതായിട്ട് മുളച്ച് വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരതിനെ മാറ്റി അതിനെ കറ്റയാക്കിയിട്ട് വീണ്ടും അതിനെ രണ്ടാമത് പാകും. സോ ഈ പ്രോസസ്സിലെല്ലാം നടുന്നത് പാകുന്നത് ഒക്കെ നെല്ലിൻ്റെ വിത്തും നെല്ലിൻ്റെ തൈകളും തന്നെയാണ്. പക്ഷേ കുറച്ചാഴ്ചകൾ കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നെൽച്ചെടിയോടൊപ്പം കളകൾ മുളച്ച് വളർന്ന് അതിനോടൊപ്പം നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നെൽച്ചെടി പറയുകയാണ്, എനിക്ക് ഈ കളകളുടെ ഇടയിൽ നിന്ന് ഫലം കായ്ക്കാൻ പറ്റില്ല എന്ന് ഏതെങ്കിലും നെൽച്ചെടി പറയാറുണ്ട്. അപ്പോൾ നമ്മൾ വിതയ്ക്കുന്ന ഏത് ഫലവിത്താണെങ്കിലും അത് മുളയ്ക്കുകയും വളരുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു പക്ഷേ കളകളും മുളയ്ക്കും, കളകളും വളരും. അത് ഈ ചെടിയുടെ നമ്മൾ കൊടുക്കുന്ന വെള്ളവും വളവും ആഗിരണം ചെയ്യുകയും ചെയ്യും. സോ എന്ന് പറഞ്ഞ് ഇന്ത്യയുള്ള ഒരു നെൽച്ചെടിയും അതിൻ്റെ ഫലം പുറപ്പെടുവിക്കാതിരുന്നിട്ടില്ല. സോ എന്ന് പറയുന്നത് പോലെ നമ്മളോടൊപ്പം നിൽക്കുന്ന ചില വ്യക്തികൾ നെഗറ്റീവായിട്ടുള്ള ആശയങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ആ ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, നമ്മുടെ മൈൻഡിനെ, നമ്മുടെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുവാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്നോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അത് അങ്ങനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് നമ്മൾ സ്വയം ആർജിക്കേണ്ടതായിട്ടുണ്ട്. അത് ഓരോ സിറ്റുവേഷൻ, ഓരോ വ്യക്തിത്വത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ തന്നെ ഒരു വിസ്ഡത്തിനകത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കഴിവാണ്. അതിന് പ്രത്യേകിച്ച് എന്താ, അതിന് വേറെ എന്തെങ്കിലും ഒരു കോച്ചിങ്ങിന് പോകണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറ്റുള്ള ഔട്ട്സൈഡിൽ ഒരു ട്രെയിനിങ് പോകണമെന്നൊന്നും നിർബന്ധമില്ല. അത് നമ്മൾ നമ്മിൽ തന്നെ ട്രെയിൻ ചെയ്തെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ, ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു കോഴിക്കുഞ്ഞിനെ നമ്മൾ നീന്താനായിട്ട് കുളത്തിൻ്റെ അടുത്ത് കൊണ്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ എത്ര ട്രെയിനിങ് കൊടുത്താലും കോഴിക്കുഞ്ഞ് വെള്ളത്തിലൂടെ നീന്താൻ പോകുന്നില്ല. ഒരു താറാക്കുഞ്ഞിനെ വെള്ളത്തിൽ നീന്താനായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അത് തന്നെ നീന്തിക്കോളും. എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് ജന്മന ആയിട്ടുള്ള സ്വയം പര്യാപ്തതയിലുള്ള ചില കഴിവുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. സോ ഇതിനെ നമ്മൾ പതിയെ ബ്രഷപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ തന്നെ അതിനെ ഒന്ന് ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷനകത്തുനിന്ന്, ഇത്തരത്തിലുള്ള വ്യക്തികളിൽ നിന്ന്, അവരുടെ ഇൻഫ്ലുവൻസിൽ നിന്നൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഐസൊലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് തന്നെ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ആ വ്യക്തി നമ്മളുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാതെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, എപ്പോഴും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചില മൈൻഡിനകത്ത് ചില മെഷർമെൻ്റ് എടുത്താൽ മതി. സോ ഇത് പക്ഷേയായിട്ട് പറയുന്നത് കൊണ്ട് വേറെ ഒന്നും വിചാരിക്കേണ്ട. ഓക്കെ, കാരണം ഇതിൻ്റെ കറക്റ്റ് സൊല്യൂഷനാണ് ഞാൻ പറയുന്നത്. എപ്പോഴും നമ്മളടുത്ത് നെഗറ്റീവ് പറയുന്ന ഒരു വ്യക്തിയാണ് അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെക്കുക. അവരുടെ പ്രകൃതം അങ്ങനെയാണ്, അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അവർ ഒരു രോഗിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, ഒരു ശാരീരിക രോഗമുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ സ്പോസങ്ങ് എന്ത് ചെയ്തേനെ. സോ ആ ഒരു ഡിഫക്റ്റ് അവർക്കുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മളവരെ അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് പോലെ ഇത്തരത്തിലുള്ള ഇറിറ്റേഷൻ അവരുടെ എന്താ കൂടെ ഉള്ളതാണ്, അവരുടെ പ്രകൃതമാണ്, അതൊരു ഡിഫക്റ്റാണ് എന്ന് മനസ്സിലാക്കി അതിനെ നമ്മളുടെ ഉള്ളിലിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക. സോ അത് മാത്രമേ ഇതിനകത്ത് സൊല്യൂഷൻ ആയിട്ടുള്ളൂ. ആ വ്യക്തിയെ നമുക്ക് എന്തായാലും എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ വ്യക്തിയിൽ നിന്ന് വരുന്ന പ്രശ്നത്തെ നമുക്ക്, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് വരുന്ന നമ്മിലേക്ക് സ്വാധീനം ചെലുത്തുന്ന ഘടകത്തെ നമുക്ക് നമ്മുടെ അകത്ത് കയറാതെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇനി മറ്റൊരു എക്സാമ്പിൾ, സാധാരണ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ സംസാരിക്കുന്ന ഒരു എക്സാമ്പിൾ കൂടെ പറയാം. താമര എന്ന് പറയുന്ന ചെടി വളരുന്നത് മണ്ണിലാണ്, ചെളിയിലാണ്. ആ താമര ചെളിയിലാണ് അതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിരിക്കുന്നതെങ്കിലും അത് നിലനിൽക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വെള്ളത്തിലാണ്.
പക്ഷെ അതിൻ്റെ മൊട്ടും അതിൻ്റെ പൂവും അതിൻ്റെ ഇലയും നമ്മൾ കാണുമ്പോൾ ഒരിക്കലും അതിനകത്ത് ആ ചേറിൻ്റെ അംശം ഉണ്ടാകത്തില്ല. ഒരിക്കലും അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകത്തില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകത്തില്ല എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, വെള്ളത്തിനകത്ത് അതങ്ങ് ലയിച്ച് ഇല്ലാതായി പോകാത്ത രീതിയിൽ വെള്ളവുമായിട്ട് അത് ഐസൊലേഷനായിട്ട് നിൽക്കുകയാണ്. അത് ആ ഇലയുടെ മുകളിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പൂവിനകത്തേക്ക് കുറച്ച് വെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തിന് ഇലയോ പൂവിനെ സ്വാധീനം ചെലുത്താൻ പറ്റാത്ത രീതിയിൽ അതിനകത്തൊരു വാക്സ് കോട്ടിംഗ് ഉണ്ട്. സോ കുറച്ച് കഴിയുമ്പോൾ ആ വെള്ളം അതിനകത്ത് നിന്ന് ഡ്രെയിൻ ചെയ്ത് പോകുന്ന രീതിയിൽ ഓട്ടോമാറ്റിക്കലി അത് ക്രമീകരിക്കപ്പെടും. സോ വെള്ളത്തിലാണ് നിൽക്കുന്നതെങ്കിലും ചെളിയിലാണ് നിൽക്കുന്നതെങ്കിലും ആ താമരയുടെ ഇലയിലോ അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂവിലോ നമുക്ക് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കാണാൻ പറ്റത്തില്ല. സോ ഇത് ഇന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളിൽ എത്ര നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും അവരെന്തൊക്കെ പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കിയാലും ശരിക്കും അത് നമ്മളെ സ്വാധീനം ചെലുത്താത്ത വിധത്തിൽ നമ്മളെന്ന് പറയുന്ന വ്യക്തിത്വത്തിനകത്ത് ഒരു പ്രോഗ്രസീവായിട്ടുള്ള കാര്യം ഉണ്ടാകണം എന്നതാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചത്.